നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണെന്നും യെച്ചൂരി. ശ്രീരാമനെയും ശ്രീരാമക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. രാമക്ഷേത്ര പ്രതിഷ്ഠയെ കോൺഗ്രസ് വർഗീയവൽക്കരിക്കുന്നത് സമസ്തയെ പേടിച്ചാണെന്നും കൃഷ്ണദാസ്. ആർളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ യുവതലമുറയ്ക്ക് ആവശ്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി. സതീദേവി. തൊഴിൽ സാഹചര്യം ഒരുക്കിയാൽ ഈ മേഖലയിലെ വികസനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സതീദേവി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം അശ്ലീല സന്ദേശത്തോടൊപ്പം കുട്ടിയുടെ മാതാവിന് അയച്ചുകൊടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെറുതാഴം ശ്രീസ്ഥയിൽ ഇട്ടമ്മൽ സച്ചിൻ ചന്ദ്രൻ. വാർത്തകൾ വിശദമായി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ തീരുമാനമുണ്ടെന്നും സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞു. And the states where they won those maximum number of seats and the situation today, there is a very, very big difference that goes against the BJP in terms of arithmetic, political arithmetic. Whether it's in Karnataka, whether it's in even in North Indian states, whether it's in Maharashtra, whether it's in Bihar, in many of these states, the ground reality is such that for them to repeat, they have maximized the number of MPs in these states in the past, in the last election. That will not be the case now. So, the seat sharing, talks between the constituents of രാഷ്ട്രീയ എതിരാളികളെ സ്പൈവെയർ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത്. മൗലിക അവകാശങ്ങളുടെ ലംഘനം കൂടിയാണിത്. ഇന്ത്യൻ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം ഏറ്റവും ദുരിതം നിറഞ്ഞതായിരുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി. കാർഷികോൽപാദനം കുറഞ്ഞു. ജനങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലാതായി. രാജ്യത്ത് പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞുവെന്നും സീതാറാം യെച്ചൂരി കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. of the religious sentiments of the people for their political purposes. This is the open politicization of religion, which is not in consonance with the Constitution of India or the Supreme Court rulings. So we are very clear about it. So I very courteously regretted that I would not be able to accept the invitation. ശ്രീരാമനെയും ശ്രീരാമക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. രാമക്ഷേത്ര പ്രതിഷ്ഠയെ കോൺഗ്രസ് വർഗീയവൽക്കരിക്കുന്നത് സമസ്തയെ പേടിച്ചാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ കേരളത്തിലെ ഇത്തരം സംഘടനകളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും വഴങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് സോമനാഥ ക്ഷേത്രം പണിയാൻ അന്നത്തെ കോൺഗ്രസ് നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിമാർ നേതൃത്വം നൽകിയത് തെറ്റാണോ എന്ന് പറയണം. രാമരാജ്യം അതാണ് എന്റെ സ്വപ്നം എന്ന് പ്രഖ്യാപിച്ച മഹാത്മജിയെയും അദ്ദേഹത്തിന്റെ രാമരാജ്യ സങ്കല്പത്തെയും കോൺഗ്രസ് തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയണം. അല്ലാതെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും നമ്മുടെ ദേശാഭിമാനത്തിന്റെയും ദേശീയതയുടെയും മാനബിന്ദുവായിട്ടുള്ള അയോധ്യയിൽ ഉയർന്നു വരുന്ന ക്ഷേത്രത്തെയും അപമാനിക്കാനും അവഹേളിക്കാനും വർഗീയവൽക്കരിക്കാനും തയ്യാറാകുന്നത് അത്യന്തം അപകടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
CPM ജിഹാദികൾക്കൊപ്പം ദേശീയ വിരുദ്ധ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കാൻ ബാലിശമായ കാര്യങ്ങളാണ് കോൺഗ്രസ് പറയുന്നത്. ഏവർക്കും അവരവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ തെറ്റില്ല. മറിച്ച് അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. ആർളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതലമുറയ്ക്ക് ആവശ്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി ആർളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. വനിതാ കമ്മീഷൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, VR മഹിളാമണി, ഡയറക്ടർ ഷാജി സുഗുണൻ, റിസർച്ച് ഓഫീസർ AR അർച്ചന എന്നിവർ ഉൾപ്പെടുന്ന വനിതാ കമ്മീഷൻ സംഘമാണ് സന്ദർശനം നടത്തിയത്. തൊഴിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകി കഴിഞ്ഞാൽ ഈ മേഖലയുടെ വികസനം മെച്ചപ്പെടുത്തുന്നതിന് സാധിക്കുമെന്ന് കമ്മീഷൻ വിലയിരുത്തി. കമ്മീഷൻ സന്ദർശനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള പ്രമേയങ്ങളും പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഈ ഭാഗത്ത് കൂടുതലാണ്. പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് ഹോസ്റ്റൽ സൗകര്യമുണ്ടെങ്കിലും വീട്ടുകാർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ഊരുകളിലെ അന്തേവാസികൾക്ക് ത്വക്ക് രോഗങ്ങൾ കൂടുതലായുണ്ട്. എന്തുകൊണ്ടാണ് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി. മേഖലയിലെ സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ കേരളത്തിലെ 11 ജില്ലകളിൽ ഗോത്ര മേഖലയിൽ നേരിട്ട് ഗോത്ര വിഭാഗങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർശന പരിപാടിയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകോപന യോഗവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അവരുടെ അംഗൻവാടി സന്ദർശിച്ചു. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററും ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ആറളം സ്കൂളിൽ ഞങ്ങൾ രാവിലെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള അറിവ് പ്രധാനമായിട്ടും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടെങ്കിലും വീട്ടുകാർ പലപ്പോഴും ആ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് മടി കാണിക്കുകയാണ്. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ തിരിച്ച് വീട്ടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പഠനം തന്നെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ വളരെ ഏറെയുണ്ട് എന്നുള്ളതാണ്. അത് താരതമ്യേന ഇപ്പോൾ ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഒരു നിലനിൽക്കുന്ന പ്രശ്നമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് ഈ ഊരുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ഈ സ്കിൻ ഡിസീസ്, ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വാർഡംഗം മിനി ദിനശൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ജനാർദ്ദനൻ, ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന സമിതി അംഗം TC ലക്ഷ്മി തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം അശ്ലീല സന്ദേശത്തോടെ കുട്ടിയുടെ മാതാവിന് അയച്ചു കൊടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ചെറുതാഴം ശ്രീസ്തയിൽ ഇട്ടമ്മൽ സച്ചിൻ ചന്ദ്രനെയാണ് പരിയാരം CI P നളിനാക്ഷൻ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയുടെ മാതാവിൻ്റെ ഫോണിലേക്കാണ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചത്. യുവതിയുടെ മകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചുകൊടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ഐസ്ക്രീം വിൽപ്പനക്കാരനായ സച്ചിനെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ട്. മാഹി CH സെന്റർ, ആസ്റ്റർ മിംസ് ആശുപത്രി, ആസ്റ്റർ വോളണ്ടിയേഴ്സ്, മിംസ് നഴ്സിംഗ് കോളേജ് സംയുക്തമായി സൗജന്യ മെഗാ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 31 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ മാഹി സെമിത്തേരി റോഡിലുള്ള B.Ed കോർപ്പറേറ്റീവ് കോളേജിലാണ് ക്യാമ്പ് നടത്തുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംയുക്തമായി നടത്തുന്ന ഹെൽത്ത് മെഗാ ക്യാമ്പാണ് ഈ വരുന്ന 31 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 3 മണി വരെ മാഹി B.Ed കോളേജിൽ വെച്ച് നടത്തിയിട്ടാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ നമ്മുടെ പ്രദേശത്തിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സാധാരണക്കാരെ ആൾക്കാർ കാണാൻ പറ്റും. അവർക്കൊക്കെ ഒരു ആശ്വാസം എന്ന നിലക്കാണ് ആശ്രമസിൻ്റെ
ഡയറക്ടർ പ്രമുഖ ജീവകാരുടെ പ്രവർത്തനം നമ്മുടെ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ സാഹിബ് കാർഡിയോളജി, ഗൈനക്കോളജി, ENT, ഒഫ്താൽമോളജി, കണ്ണ്, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും 2 ആഴ്ചയ്ക്കുള്ള സൗജന്യ മരുന്ന് വിതരണം, ബ്ലഡ് പ്രഷർ, അമിത വണ്ണ നിർണയം, ECG, എക്സ്റേ, രക്തപരിശോധന, കാഴ്ച, കേൾവി പരിശോധന, ആരോഗ്യ ബോധവൽക്കരണ എക്സിബിഷൻ, മൊബൈൽ ക്ലിനിക്ക് തുടങ്ങിയ സേവനങ്ങളും തികച്ചും സൗജന്യമായി ലഭ്യമാണ്. ആസ്ട്രലിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സിൻ്റെ പ്രൈവറ്റ് ഫണ്ടും പിന്നെ ഇവിടെയുള്ള മറ്റ് കമ്പനികളും ബാങ്കുകളും അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരായിട്ട് അവരെ CSR ഫണ്ട് ഉണ്ടാവും. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഒരു ഫണ്ടാണ്. 2% ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ നിയമപ്രകാരം പിന്നെ എല്ലാ കമ്പനികളും കൊടുക്കുന്നതാണ്. അതിൽ ഉപയോഗിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന് കുറേ നമ്മൾ സ്വരൂപിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞ് അത് കേരളത്തിൽ മുഴുവനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തിപ്പോൾ ആദ്യമായിട്ട് എനിക്ക് വന്നൊരു പോണ്ടിച്ചേരി സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റി എനിക്ക് ഇതാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് മാഹി ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്തുള്ള CH സെന്റർ ഓഫീസുമായി ബന്ധപ്പെടണം. വാർത്താസമ്മേളനത്തിൽ AV യൂസഫ്, സുലൈമാൻ പള്ളൂർ, AV അൻസാർ, KP സിദ്ദിഖ്, AV സലാം, റിസിൻ നാസർ എന്നിവർ സംബന്ധിച്ചു. കാൽനടക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. രാഷ്ട്രീയ ഭേദമില്ലാതെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായാണ് ആവശ്യമുയർത്തിയത്. മത്സ്യഫെഡിന്റെ സഞ്ചരിക്കുന്ന മത്സ്യക്കച്ചവട വാഹനത്തിന് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ അനുമതി നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. മത്സ്യക്കച്ചവടം സ്കൂൾ പരിസരത്ത് പാടില്ലെന്ന നിർദ്ദേശത്തോടെയാണ് അനുമതി. കൗൺസിൽ യോഗത്തിന് ശേഷം കോർപ്പറേഷൻ ഭരണസമിതിയുടെ 3ാം വാർഷികാഘോഷം മേയർ അഡ്വക്കേറ്റ് TO മോഹനനും UDF LDF കൗൺസിലർമാരും കേക്ക് മുറിച്ച് ആഘോഷിച്ചു. JSS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഉപവാസം നടത്തിയത്. സമരം സംസ്ഥാന സെക്രട്ടറി ബാലരാമപുരം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സൈബർ ഗുണ്ടകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നികുതി ആയാലും മറ്റെന്തായാലും കമ്മീഷൻ കിട്ടുന്നതിൽ ഒരു വിഹിതം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കുറെ സൈബർ ഗുണ്ടകൾക്ക് നിത്യ ചെലവിന് പൈസയും കൊടുത്ത് അവരെ വിട്ട് പാവപ്പെട്ട CPM-ലെ പാവപ്പെട്ട ജനങ്ങൾ ഇതിനെ പ്രതികരിച്ചാലും മറ്റാര് പ്രതികരിച്ചാലും ഈ സൈബർ ഗുണ്ടകളെ വെച്ച് ആക്രമിക്കാനും ആക്രമണം നടത്തിക്കാനും അതുപോലെ തന്നെ മൊബൈൽ വഴി തിരിച്ചതുപോലെ പ്രതികരിക്കാനും ഇത്തരത്തിലാണ് ഈ മുഖ്യമന്ത്രി ഇവിടെ തുനിഞ്ഞിറങ്ങിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഹീനമായ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതും. KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M സതീഷ് കുമാർ, ദാസൻ പാലിപ്പള്ളി, വിനോദ് വയനാട്, അഡ്വക്കേറ്റ് അജയകുമാർ, സാബു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ, കണ്ണൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ.
ഫോൺ 0490 2338 912. മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട് ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂരിൽ സൗജന്യ സഹകരണ ബാങ്ക് പരീക്ഷാ സെമിനാർ സംഘടിപ്പിക്കുന്നു. പാനൂർ ആർട്സ് കോളേജിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാൽനൂറ്റാണ്ടായി പാനൂർ പുത്തുറമ്പ് മേഖലയിൽ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിറഞ്ഞ സാന്നിധ്യമായി നിലകൊണ്ട സ്ഥാപനമാണ്. നിലവിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ട്യൂഷനാണ്, പ്രത്യേകിച്ച് സയൻസ് ട്യൂഷൻ. അതിലുപരിയായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്ലാസ്സുകൾ നടത്തുന്നു. കമ്പ്യൂട്ടർ പഠന രംഗത്ത് JSL കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ 25 വർഷത്തിന് മേലെയായി പാനൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ സഹകരണ ബാങ്ക് കോച്ചിങ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പം സഹകരണ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ കടന്നു വരുന്നുണ്ട്. ക്ലർക്ക്, കാഷ്യർ, ഇൻസ്പെക്ടർ, ഓഡിറ്റർ, അസിസ്റ്റന്റ് മാനേജർ, ഇതൊക്കെ ഇപ്പം റീസെൻ്റായിട്ട് ഇനി വരാനിരിക്കുന്നതാണ്. ജനുവരി 2024 ജനുവരി 13-ാം തീയതി ബാങ്ക് ക്ലർക്ക് എക്സാം നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിസംബർ 31 കോളേജിൽ വെച്ച് നമ്മളൊരു സൗജന്യ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. സഹകരണ മേഖലയിലെ തൊഴിലവസരങ്ങൾ എന്നുള്ള വിഷയമാണ്. അത് സെമിനാർ അവതരിപ്പിക്കുന്നത് കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന റിട്ടയർഡ് ഹാൻഡാണ് ശ്രീ വി രവീന്ദ്രൻ അവർകളാണ്. പാനൂർ ആർട്സ് കോളേജിൽ വെച്ചാണ് സൗജന്യ സഹകരണ സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേരള ബാങ്ക് റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി രവീന്ദ്രൻ സെമിനാറിൽ സഹകരണ മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കും. ജനുവരി 14 നടക്കുന്ന ബാങ്ക് ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ മോഡൽ പരീക്ഷ ഡിസംബർ 31, ജനുവരി 7 എന്നീ തീയതികളിൽ സംഘടിപ്പിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ NP ഷാജിമോൻ, K വിനോജ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകളുടെ ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ അയൽക്കൂട്ടം മെഗാഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 2 ചിറക്കര സർക്കസ് ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗമം അയൽക്കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിൽ ഉടനീളം ഇൻഫാക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രാദേശിക NGOകൾ, ഇവിടെ തലശ്ശേരിയിൽ നന്മ വെൽഫെയർ സൊസൈറ്റി അതുമാതിരിയുള്ള NGOകളുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന അയൽക്കൂട്ടായ്മകളാണ്. ഈ അയൽക്കൂട്ടായ്മകൾ 20ഓളം അംഗങ്ങളുള്ള ഓരോ പ്രദേശത്തെയും ചുറ്റുവട്ടത്തുമുള്ള സ്ത്രീ ജനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപീകരിക്കുകയും സ്വയം പരസ്പര സഹായം, അതായത് പലിശരഹിതമായ രീതിയിൽ പരസ്പര സഹായം
നൽകുക എന്നുള്ള ഉദ്ദേശമാണ് അതിലൂടെ നിർവഹിക്കപ്പെടുന്നത് മുഖ്യമായും. അതിനപ്പുറം ഈ കൂടിച്ചേരലുകൾ അംഗങ്ങളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും നേതൃത്വ പാഠവും അതുപോലെ പൊതുജന സേവനം എന്നിങ്ങനെ പല മേഖലകളിലും അവർ പ്രവർത്തിക്കുവാൻ വേണ്ടുന്നുള്ള കഴിവ് നേടിയെടുത്തു കൊടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഇൻഫാക് ഡെസ്റ്റിനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷ, സമൃദ്ധി, സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യം വെച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ് സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മകൾ. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, പരസ്പരം പലിശരഹിത വായ്പകൾ നൽകുക, സ്വയം തൊഴിൽ ആരംഭിക്കുക, സൗഹൃദ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക, പുരയിട കൃഷി, പാലിയേറ്റീവ് സേവന പ്രവർത്തനങ്ങൾ എന്നിവയാണ് അയൽക്കൂട്ടങ്ങളുടെ മുഖ്യമായ പ്രവർത്തനങ്ങൾ. ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും സുപ്രധാനമായ പരിപാടിയാണ് ജനുവരി 2 സംഘടിപ്പിക്കുന്ന മെഗാ ഫെസ്റ്റ് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മയുടെ 10ാം വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക പരിപാടികൾ മാർച്ച് മാസത്തോടുകൂടി 6 മാസം നീണ്ടു നിൽക്കുന്നൊരു ക്യാമ്പയിനാണ് ഇതിൻ്റെ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. തൊഴിൽ ശാക്തീകരണം, അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ഒരു ശാക്തീകരണ മേഖലയാണ് ഇതിൻ്റെ മുഖ്യമായി ദശവാർഷിക ആഘോഷം കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായി തലശ്ശേരിയിൽ ഫാഷൻ ഡിസൈനിങ്, ബേക്കിംഗ് തുടങ്ങിയ മേഖലയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം കോഴ്സിലൂടെ ആളുകൾ സംരംഭകത്വ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ പരസ്പര സമ്പാദ്യങ്ങൾ പലിശരഹിതമായിട്ടുള്ള വായ്പകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ തലശ്ശേരിയിൽ നമുക്ക് ഇത്തരം അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 15 കോടിൻ്റെ അടുത്ത് അവർ ലോണുകൾ ഇടപാട് നടത്തിയതായിട്ട് അവർക്ക് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു ധാർമ്മികമായിട്ടുള്ള അതുപോലെ തന്നെ ആ രീതിയിലുള്ള പലിശയിൽ നിന്നുള്ള ചൂഷണമുക്തമായ ഒരു വ്യവസ്ഥയിലേക്കാണ് ഈ ഒരു സംവിധാനം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു മെഗാ ഫെസ്റ്റുമായിട്ട് പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ജനുവരി 2 ചൊവ്വാഴ്ചയാണ് നമ്മുടെ മെഗാ ഫെസ്റ്റ്. തലശ്ശേരി ചിരക്കര സർക്കസ് നടക്കുന്ന സർക്കസ് ഗ്രൗണ്ടിലാണ് വെച്ചിട്ടാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ നമ്മുടെ സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം, എക്സിബിഷന്, വിപണനമേള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫുഡ് ഫെസ്റ്റ്, മെഹന്തി ഫെസ്റ്റ്, ഇങ്ങനെയുള്ള വിവിധ മേഖലയിലുള്ള മത്സരങ്ങളും ഫൺ ഗെയിംസ്, കമ്പവലി, മ്യൂസിക്കൽ ചെയർ ഇങ്ങനെ. ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് സാജിദ് നദ്വി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വിപണനമേള, ക്യാൻറ്റീൻ, കമ്പവലി മത്സരം, തനിമ കലാവേദിയുടെ ഗാനവിരുന്ന് തുടങ്ങിയവ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ NC മുഹമ്മദ് ബഷീർ, ഫാസിന ബഷീർ, സൊസൈറ്റി പ്രസിഡന്റ് KM അഷ്വാഖ്, സെക്രട്ടറി അബ്ദുൽ റഹീം മേച്ചേരി, CP മുഹമ്മദ് ബഷീർ, സൗജത്ത് ലത്തീഫ്, CH നഗീന, ഷമീദ, ആമിന മൊയ്തു, റുക്സാന താഹ, തൻസീർ നൂറ, അഷിറ ത്വയ്ബ് എന്നിവർ പങ്കെടുത്തു. ബാലസംഘം വടക്കുംപാട് വില്ലേജ് സമിതിയുടെ നേതൃത്വത്തിൽ 85ാം വാർഷികത്തോടനുബന്ധിച്ച് ബാലദിന സാംസ്കാരിക ഘോഷയാത്ര നടത്തി. EMS നഗറിൽ നിന്ന് ആരംഭിച്ച് പന്ന്യോട്ട് അവസാനിച്ചു. ഘോഷയാത്രയിൽ യൂണിറ്റിൽ നിന്ന് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി ഷിയോൺ വിനോദ്, K ആദർശ്, ശിവ, സ്നേഹ എന്നിവർ നേതൃത്വം നൽകി. സമാപന പരിപാടിയിൽ ഏരിയ മുഖ്യരക്ഷാധികാരി A രമേഷ് ബാബു സംസാരിച്ചു. മികച്ച ഘോഷയാത്രയ്ക്ക് സമ്മാനങ്ങളും നൽകി.
തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ സമ്പൂർണ്ണ സോളാർ പാനൽ ഉദ്ഘാടനം ജനുവരി 1 നടക്കും. നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പാനൽ സജ്ജീകരിച്ചതെന്ന് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാര്യക്ഷമവും പുരോഗമനപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ തലശ്ശേരി മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ മദ്രസത്തുൽ മുബാറക്കയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായാണ് തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ പാനൽ സജ്ജീകരിച്ചത്. മുബാറക്ക LP സ്കൂളിൽ നിർമ്മിച്ച CH സ്മൃതി ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കും. ജനുവരി 1 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 സ്കൂൾ അങ്കണത്തിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ AK സക്കരിയ അധ്യക്ഷനാകും. മാനേജർ C ഹാരിസ് ഹാജി ഉപഹാര സമർപ്പണം നടത്തും. മദ്രസത്തുൽ മുബാറക്കയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പാനലിൻ്റെ ഉദ്ഘാടന കർമ്മവും മുബാറക് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച CH സ്മൃതി ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം 2024 ജനുവരി 1 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവർകൾ നിർവഹിക്കുകയാണ്. വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം മാനേജർ C ഹാരിസ് ഹാജി നിർവഹിക്കുന്നു. കമ്മിറ്റി പ്രസിഡന്റ് AK സക്കരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ NA ചന്ദ്രിക, തലശ്ശേരി സൗത്ത് സബ് ജില്ലാ ഓഫീസർ EP സുജാത, പ്രൊഫസർ AP സുബൈർ, TM മുഹമ്മദ് സാജിദ്, KTP ആയിഷ, VK നാസർ. കണ്ണൂർ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായുള്ള ജില്ലാതല ബാസ്കറ്റ്ബോൾ മത്സരം ജനുവരി 12 മുതൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ C ഹാരിസ് ഹാജി, സംഘാടക സമിതി ചെയർമാൻ AK സക്കരിയ, കൺവീനർ ബഷീർ ചെറിയാണ്ടി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പ്രൊഫസർ AP സുബൈർ, MMLPS HM VK നാസർ, PTA പ്രസിഡന്റ് TVA ബഷീർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ANP ഷാഹിദ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോസാൻഡ്. ഈ ജിയോസാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോസാൻഡ്.
വാർത്തകൾ തുടരുന്നു. പിണറായി പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത്. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. 24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭിന്നശേഷി കലാമേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത അധ്യക്ഷയായി. പി വേണുഗോപാലൻ, പി പ്രമീള, സി ചന്ദ്രൻ, എ പി മോഹനൻ, വി കെ സുമേഷ് ചന്ദ്രൻ, എ വി രജനി എന്നിവർ സംസാരിച്ചു. ബാലദിനത്തിന്റെ ഭാഗമായി പെരിങ്ങളം ബാലസംഘം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണംവള്ളിയിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തി. നിരവധി കലാപരിപാടികൾ നടന്നു. ന്യൂമാഹിയിലെ പ്രമുഖ തറവാടായ കൊമ്മോത്ത് കുടുംബാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. തലമുറകളുടെ ഒത്തുചേരൽ എന്ന പേരിൽ നടത്തിയ സംഗമം മുൻ DGP അഡ്വക്കേറ്റ് ടി ആസഫ് അലി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പങ്കും നേതൃത്വവും വഹിച്ച കുടുംബമാണ് കൊമ്മോത്ത് എന്നും പഴയകാല വ്യക്തികളെയും സംഭവങ്ങളെയും അനുസ്മരിച്ച് ടി ആസിഫ് അലി പറഞ്ഞു. ഒരു പ്രശസ്തമായ കുടുംബമാണ് കൊമ്മോത്ത് തറവാട്. ചിലപ്പോൾ പെരിങ്ങാടിക്കാരായ നമുക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ലെങ്കിലും ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾക്ക് പെരിങ്ങാടി ന്യൂമാഹി പ്രദേശത്തെ 4-5 കുടുംബങ്ങളിലെ ഉന്നതമായ പാരമ്പര്യത്തെക്കുറിച്ചറിയുമ്പോൾ നമ്മളെല്ലാം വളരെയധികം അഭിമാന പുളകിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ വരച്ചു കണ്ടിരിക്കുന്ന കുറെ ചിത്രങ്ങൾ നമ്മൾ എന്തെന്നില്ലാത്ത ആത്മാഭിമാനമുണ്ടാക്കുന്ന മഹാരഥന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ആ ചിത്രത്തിൽ ഒരു വലിയ മഹാന്റെ ചിത്രം നോക്കി ആ പടം ഇവർക്ക് ലഭ്യമായില്ല എന്ന് പറഞ്ഞു. അത് കൊമ്മോത്ത് മൂസ എന്ന് പറഞ്ഞവരുടെ പടമായിരുന്നു. കൊമ്മോത്ത് മൂസ എന്ന് പറയുന്ന വലിയ കാരണവർ ഒരു പ്രശസ്തനായ വ്യക്തിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ കൊമ്മോത്ത് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. താഹിർ കൊമ്മോത്ത്, പാലിക്കണ്ടി അലി, റഷീദ് അത്തലക്കൽ, സുബൈർ കേളോത്ത്, മുസ്തഫ കോഹിനൂർ, KM നദീം എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പലരൊത്ത് കല്യാണമേ ഫർഹത്ത് നടന്നെത്തി മനക്കുള്ള പന്തലിൽ പടിവാതിൽ കടപ്പാനുള്ള അനുവാദമേ. ഫിദ, മുനവിറ, സനൂൻ ഹൗല തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു.
വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ദൈവത്തെ മലയിറക്കൽ കർമ്മത്തോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. വൈകിട്ട് 4-ന് ഗുളികന കലശം, മുത്തപ്പൻ വെള്ളാട്ടം, ഭഗവതി വെള്ളാട്ടം എന്നിവ നടന്നു. രാത്രി നൃത്യങ്ങളും അരങ്ങേറി. വെള്ളിയാഴ്ച തിരുവപ്പന, ഭഗവതി തിറ എന്നിവയും ഉണ്ടായി. 2 ദിവസങ്ങളിലും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു. അന്നദാനത്തിന് വിപുലമായ സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ, സെക്രട്ടറി ലിജിൻ, മറ്റ് ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞുലോകത്തിന് നിറം പകരാൻ കിഡ്സ് സോൺ പാനൂർ പോലീസ് സ്റ്റേഷൻ സമീപം പ്രവർത്തനം തുടങ്ങി. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കിഡ്സ് സോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുടുപ്പുകൾ, പിറന്നാൾ സമ്മാനങ്ങൾ, പാദരക്ഷകൾ എന്നിവയ്ക്കൊപ്പം നവജാത ശിശുക്കൾക്ക് ആവശ്യമായ എല്ലാവിധ വസ്തുക്കളും കിഡ്സ് സോണിൽ ലഭ്യമാണ്. കുട്ടികൾക്കായി ഒരു വിസ്മയ ലോകം തന്നെയാണ് കിഡ്സ് സോണിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കാളികളായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണെന്നും യെച്ചൂരി. ശ്രീരാമനെയും ശ്രീരാമക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. രാമക്ഷേത്ര പ്രതിഷ്ഠയെ കോൺഗ്രസ് വർഗീയവൽക്കരിക്കുന്നത് സമസ്തയെ പേടിച്ചാണെന്നും കൃഷ്ണദാസ്. ആർളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ യുവതലമുറയ്ക്ക് ആവശ്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. തൊഴിൽ സാഹചര്യം ഒരുക്കിയാൽ ഈ മേഖലയിലെ വികസനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സതീദേവി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം അശ്ലീല സന്ദേശത്തോടൊപ്പം കുട്ടിയുടെ മാതാവിന് അയച്ചുകൊടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെറുതാഴം ശ്രീസ്ഥയിൽ ഇട്ടമ്മൽ സച്ചിൻ ചന്ദ്രൻ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.